സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നുള്ള ഏഴാമത്തെ വിമാനവും ഇന്ത്യയിലെത്തി. 285 ഇന്ത്യക്കാരാണ് ഇന്നലെ മടങ്ങിയെത്തിയത്. ഇതോടെ 1713 പേരെയാണ് 5 ദിവസങ്ങളിലായി ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ഇറാൻ ഇസ്രായേൽ സംഘർഷ പശ്ചാത്തലത്തിൽ കൂടുതൽ ഇന്ത്യക്കാരെ ഇറാനിൽ നിന്നും ഇപ്പോൾ ഒഴിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്നലെ ഏഴാമത്തെ വിമാനവും ഡൽഹിയിലെത്തി. 285 ഇന്ത്യക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. കൂടുതലും മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. ഇതോടെ 1713 ഇന്ത്യക്കാരെയാണ് ഇറാനിൽ നിന്നും ഒഴിപ്പിച്ചിരിക്കുന്നത്. ആദ്യം അർമേനിയയിൽ എത്തിച്ചവരെ പ്രത്യേക വിമാനങ്ങളിൽ ദോഹയിലേക്ക് എത്തിച്ചു. അവിടെ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്നാൽ പിന്നീടാണ് ഇന്ത്യക്ക് വേണ്ടി ഇറാൻ വ്യോമപാതയൊക്കെയും തുറന്നത്. അതോടുകൂടിയാണ് ഇപ്പോൾ കൂടുതൽ വിമാനങ്ങൾ ഇന്ത്യ ഇറാനിലേക്ക് അയക്കുന്നത്. എന്തായാലും ഇപ്പോൾ 7 വിമാനങ്ങളാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. ഇന്നും കൂടുതൽ വിമാനങ്ങൾ അയക്കും എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏകദേശം 10,000-ഓളം ഇന്ത്യക്കാരാണ് ഇറാനിലുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ അമേരിക്കയും കൂടെ യുദ്ധമുഖത്തേക്ക് വന്ന സാഹചര്യത്തിലാണ് കൂടുതൽ വിമാനങ്ങൾ അയച്ച് ഇന്ത്യക്കാരെ കൂടുതൽ വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത്. അതായത് എംബസി മുഖേന നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏകദേശം 3000-ഓളം പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേരെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ വേഗത്തിൽ ആരംഭിക്കുമെന്നാണ് ഇറാനിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നത്. അതുതന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ഇത് ഇപ്പോൾ നിലവിൽ 1713 പേരാണ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരും അതോടൊപ്പം തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികളുമാണ്. ജമ്മു കാശ്മീരിൽ നിന്നുള്ള കൂടുതൽ വിദ്യാർത്ഥികളാണ് ഇറാനിൽ ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങളിൽ എത്തുന്നതിൽ ഭൂരിഭാഗവും മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. എന്തായാലും കേരളത്തിൽ നിന്നുള്ള 3 പേരാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. ആദ്യ ദിവസങ്ങളിലൊന്നും കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർ അല്ലെങ്കിൽ മലയാളികൾ ഈ വിമാനങ്ങളില്ലായിരുന്നു. ഇന്നലെയും കഴിഞ്ഞ ദിവസവുമായിരുന്നു 2 മലയാളികൾ വിമാനങ്ങളിലായി എത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ഇന്ത്യക്കാരെ എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ വേഗത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് അമേരിക്ക കൂടി യുദ്ധമുഖത്തേക്ക് വന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രശ്നസങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കാണ് പശ്ചിമേഷ്യ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായിട്ടാണ് 7ാമത്തെ വിമാനവും ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. 285 യാത്രക്കാരാണ് അതിലുണ്ടായിരുന്നത്. വിവരങ്ങളാണ് സജു തോമസ് നൽകിയത്.